പാർലമെന്റിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യുന്നുണ്ട്. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ചർച്ചയ്ക്ക് തുടക്കമിടുക. പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. 16 മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ള സമയം. പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരും സംസാരിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപനുണ്ട്. നന്ദൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർലമെന്റ് പ്രക്ഷുബ്ധമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം എന്നല്ല, വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളെല്ലാം തന്നെ പ്രക്ഷുബ്ധമായി എന്നുള്ളതാണ്. എന്തായാലും പ്രതിപക്ഷം ഇന്നും സഭയിൽ ബഹളമുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇന്ന് ഓപ്പറേഷൻ സിന്ധൂറിൽ ലോക്സഭയിൽ ചർച്ചയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പ്രതിരോധ മന്ത്രി ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രാഖി സൂചിപ്പിച്ച പോലെ തന്നെ 21-ാം തീയതി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച അന്നു മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ്. അതായത് അകാരണമായി സഭ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയതാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അത് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതേസമയം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യണം, ഒപ്പം പാർലമെന്റിന്റെ നടപടികളുമായി സഹകരിക്കണമെന്ന് പാർലമെന്റ് മന്ത്രി കിരൺ റിജു നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ പ്രതിപക്ഷം ഒരു തരത്തിലും സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, നിരന്തരം സഭ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പ്രധാനമായും ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ആദ്യം തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാർ നിലപാടെടുത്തിരുന്നു. പിന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത് ഈ ബീഹാറിൽ നടന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമായിരുന്നു. ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യാമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. അപ്പോഴും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതി പ്രതിപക്ഷം തുടർന്നു. ഏതായാലും ഇന്ന് അതിന് അവസരം നൽകിയിരിക്കുകയാണ്. നേരത്തെ തന്നെ നിശ്ചയിച്ച തീയതിയായിരുന്നു ഇന്ന് ഈ ചർച്ചയ്ക്ക് അവസരം നൽകുമെന്നുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ 12 മണിക്ക്, രാവിലെ 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കും. 11 മണി മുതൽ 1 മണിക്കൂർ ചോദ്യോത്തരവേളയാണ്. അതിനുശേഷം 12 മണിയോടുകൂടി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ചർച്ചയ്ക്ക് തുടക്കമിടുക പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകും. അതേസമയം തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ചർച്ചയിൽ അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും അതിനും സമയം അനുവദിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായും രാഹുലും അതേപോലെ തന്നെ മറ്റ് നേതാക്കൾ, ഗൗരവ് ഗൊഗോയി അടക്കമുള്ള നേതാക്കൾക്കാണ് ഈ ലോക്സഭയിൽ സംസാരിക്കുവാൻ വേണ്ടി അവസരം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ശശി തരൂരിന് നിലവിൽ കോൺഗ്രസ് നൽകിയ പട്ടിക പ്രകാരം ശശി തരൂരിന് അവസരം നൽകേണ്ട എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നടപടികൾ വിദേശ രാജ്യങ്ങളിലടക്കം വിവരിക്കുവാൻ വേണ്ടി പോയ സംഘത്തെ നയിച്ച വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും ശശി തരൂരിന് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി സർക്കാർ അവസരം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യാതിർത്തി കടന്നു വന്ന് ഇത്രയധികം ആൾക്കാരെ കൊലപ്പെടുത്തിയ സംഭവം, 26 നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. അത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തതാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു ഭാരതം ആദ്യം മുതൽ തന്നെ തുടങ്ങി വെച്ചത്. അതിനുശേഷമാണ് മെയ് 7-ാം തീയതി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാക് അധീന കാശ്മീരിലെ 9 ഇടങ്ങളിൽ ഭാരതം പ്രത്യാക്രമണം നടത്തിയത്. 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഭാരതം ആക്രമണം നടത്തിയത്. ഈ കാര്യത്തിലൊക്കെ തന്നെ ഭാരതത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. മാത്രമല്ല, ഈ ആക്രമണം നടന്നതിന് പിന്നാലെ തന്നെ 3 സൈനിക വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ എത്തി എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ടു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി. എന്നാൽ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് സംശയനിഴലിൽ ഉള്ള ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മല്ലികാർജ്ജുന ഖാർഗെ, കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അടക്കം ഓപ്പറേഷൻ സിന്ധൂറിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ, അല്ലെങ്കിൽ സിന്ധൂർ സംഭവിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പുൽവാമ ഭീകരാക്രമണം നടന്നപ്പോഴും സമാനമായ രീതിയിൽ ഭാരതത്തിൻ്റെ സൈനിക ശേഷിയെ, ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങളെയും സംശയനിഴലിൽ നിർത്തുന്ന നടപടിയായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. സമാനമായ അവസ്ഥയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലും ഉണ്ടായിരുന്നത്. ഏതായാലും നിലപാട് വ്യക്തമാക്കുവാൻ ഇപ്പോൾ സർക്കാരിന് കിട്ടിയ അവസരം തന്നെയാണ്. അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന മുഴുവൻ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി ജനങ്ങൾക്ക് മുന്നിൽ നൽകുവാനുള്ള അവസരം ഇപ്പോൾ സർക്കാരിന് വന്നു ചേർന്നിരിക്കുന്നു. 16 മണിക്കൂറാണ് ലോക്സഭയിൽ
ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം നാളെ വീണ്ടും അടുത്തൊരു 16 മണിക്കൂർ കൂടി ചർച്ച രാജ്യസഭയിൽ. അവിടെ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കും. ഇവിടെ ലോക്സഭയിൽ ഗാന്ധിയായിരുന്നു സംസാരിക്കും. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിൽ അമേരിക്കയുടെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ. ഒപ്പം തന്നെ സുരക്ഷാ വീഴ്ച, പഹൽഗാമിലുണ്ടായത് സുരക്ഷാ വീഴ്ചയാണെന്നുള്ള ആരോപിച്ചുകൊണ്ടും സർക്കാരിനെതിരെ പാർലമെന്റിൽ ഇന്ന് ആഞ്ഞടിക്കുവാൻ വേണ്ടി പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. സ്വാഭാവികമായും 16 മണിക്കൂർ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം താല്പര്യപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ 16 മണിക്കൂർ നീണ്ട ഒരു ചർച്ചയാവുമ്പോൾ അത് സ്വാഭാവികമായും കോൺഗ്രസ് തന്നെയാകും വലിയ തിരിച്ചടി ഉണ്ടാകുക. മുതിർന്ന നേതാക്കൾ രാജ്നാഥ് സിംഗും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ സഭയിൽ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മറുപടി നൽകുന്ന സാഹചര്യമുണ്ടാകും. ഇത്തരം സാഹചര്യങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള പ്രഹരമായിരിക്കും. അതുകൊണ്ട് തന്നെ 16 മണിക്കൂർ ചർച്ച എന്നുള്ളത് കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഒരുപക്ഷെ സഭ നീക്കമാകും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വിലയിരുത്തൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് ഈ ചർച്ചയിൽ രാഹുൽ ഗാന്ധി അടക്കം അതേപോലെ തന്നെ KC വേണുഗോപാൽ, ഗൗരവ് ഗൊഗോയി നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഭരണപക്ഷ നേതാക്കൾ തയ്യാറാണ്. ഇരുപക്ഷവും ഇന്ന് പാർലമെന്റിനുള്ളിൽ ഏറ്റുമുട്ടുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഏത് തരത്തിൽ പുറത്തുവരുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.